ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കണ്ടൊരു വൈറലായ ഒരു വീഡിയോ ഉണ്ട്. ഹലോ പ്രജിത് സർ, നമ്മൾ 2009 മുതലുള്ള ഇൻസൈറ്റിൻ്റെ ഈ ഒരു യാത്രയിൽ 10,000-കണക്കിന് കുട്ടികൾ നമ്മളിവിടുന്ന് പഠിച്ചത് പോയി. അപ്പോൾ ഇത്രയും കാലത്തിനിടയിൽ നമ്മൾ കുട്ടികൾക്കറിയാം, പരീക്ഷാ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, മാനസികമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. കുട്ടികൾ അതുപോലെ രക്ഷിതാക്കളൊക്കെ നിരന്തരം നമ്മൾ അവർക്ക് ആവശ്യമായ കൗൺസിലിംഗ് കൊടുക്കുന്നത് സാറാണ്. അപ്പോൾ എൻ്റെ ഒരു ക്യൂരിയോസിറ്റി ചോദിക്കുകയാണ്, ഇത്രയും കാലത്തിനിടയിൽ ഈ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ മാനസികമായ പ്രയാസം ഉണ്ടാവാൻ കാരണമായിട്ട് ഇൻസിഡൻറ്റ് എന്തായിരിക്കും സാർ? ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് കുട്ടികളെ നമ്മൾ സമീപിക്കലുണ്ട്. പല പ്രശ്നങ്ങളാണ് കുട്ടികളുടെ പല പല കാരണങ്ങളുണ്ടാകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നമ്മളൊക്കെ ഹേർട്ട് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അതിൽ പ്രധാന ഒരു പ്രശ്നം പറഞ്ഞാൽ ഈ പാരൻസ് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അവരുടെ വിഷമങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്ന് ചേർത്ത് പിടിക്കാൻ, ഈ പരീക്ഷാ സമയത്തായിരിക്കും അവരുടെ കുറേ ഇഷ്യൂസ് ഉണ്ടാവുക. അവർ ചേർത്ത് പിടിക്കാൻ രക്ഷിതാക്കൾ കൂടെ നിൽക്കണില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് കാണുന്നത്. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ചെറിയൊരു തലോടൽ കൊടുത്തിട്ട് അത് കുഴപ്പമില്ല, അടുത്തതിൽ നമുക്ക് ശരിയാക്കാം, അല്ലെങ്കിൽ അടുത്തതിൽ നീ പഠിക്കുകയും, അല്ലെങ്കിൽ കുഴപ്പമില്ല കോൺഫിഡൻസോട് കൂടി നീ പഠിക്കുക എന്ന് പറയുമ്പോൾ അത് കുട്ടികൾക്ക് വലിയൊരു കാര്യമായിട്ടാണ്. അങ്ങനെ വിഷമതകൾ അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മളെ സമീപിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട എൻ്റെ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ എക്സാമിൻ്റെ സിറ്റുവേഷനിലൊക്കെ നമ്മളെ കുട്ടികളെ ഒന്ന് ചേർത്ത് പിടിക്കുക. അവർക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ടാവും, കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും. നമ്മുടെ പാരൻസിൻ്റെ ഇടയിലുള്ള പല പല പ്രശ്നങ്ങൾ ഒരിക്കലും നമ്മളെ കുട്ടികളെ ബാധിക്കരുത്. നമുക്ക് പല ഇഷ്യൂസ് ഉണ്ടായിരിക്കും, നമ്മളെ ഫാമിലി പരമായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ടായിരിക്കും, അച്ഛനമ്മമാർ ഉപ്പയും ഉമ്മയും തമ്മിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും. പക്ഷേ അതൊന്നും ഒരിക്കലും നമ്മളെ കുട്ടികളെ ബാധിക്കരുത്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കെയറിങ് അത്യാവശ്യം ഉള്ള ഒരാൾക്കാരാണ്. ഈ എക്സാമിൻ്റെ സമയത്തൊക്കെ നമ്മളൊരു ചേർത്ത് പിടിക്കൽ കൂടുതലാണ്. ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ട് എന്ന് തോന്നുമ്പോൾ അത് കുട്ടികൾക്ക് കൂടുതൽ അവരെ വിജയത്തിലേക്ക് നയിക്കും, അവരുടെ ഒരു കോൺഫിഡൻസിലേക്ക് നയിക്കും. ആ ഒരു ഉൾച്ചേർക്കലാണ് നമുക്ക് എപ്പോഴും ആവശ്യം. ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കണ്ടൊരു വൈറലായ ഒരു വീഡിയോ ഉണ്ട്. സ്വന്തം മാതാപിതാക്കൾ ഒഴിവാക്കിയ ഒരു കുരങ്ങ്, അതിനെ ചേർത്ത് പിടിക്കുന്നൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതൊക്കെ ഒരുപാട് അർത്ഥമുള്ളതാണ്. മൃഗങ്ങൾക്കും പക്ഷികൾക്കും മറ്റുള്ള ജീവികൾക്കൊക്കെ ഇതുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളെ മനുഷ്യർ. നമുക്കറിയാം, ഒരു കാക്കക്കുഞ്ഞ്, ആ കാക്കക്കുഞ്ഞിനെ നമ്മൾ ആരെങ്കിലും മനുഷ്യർ ചെന്ന് കല്ലെടുത്തെറിയാനോ അല്ലെങ്കിൽ തൊടാനോ പോയി കഴിഞ്ഞാൽ ഒരു കൂട്ടം കാക്കകൾ കൂടി വന്ന് നമ്മളെ ആക്രമിക്കും. കാരണം എന്താണ്? അവരുടെ കുഞ്ഞിനെ സംരക്ഷിക്കുക എന്നുള്ളത് അവരുടെ കടമയാണ്. അതുപോലെ തന്നെയാണ് നമ്മളും. നമുക്ക് പല വിഷയങ്ങളുണ്ടാവും. കുട്ടികൾക്ക് ആവശ്യം വരുമ്പോൾ ഒരു തലോടൽ കൊടുക്കുക, ആവശ്യം വരുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള സമാധാനത്തിൻ്റെ വാക്കുകൾ കൊടുക്കുക. അത് നമ്മളെ കുട്ടികളെ എന്നും ഉയർച്ചയിലേക്ക് മാത്രം നയിക്കും. ഞാനിതൊക്കെ പറയുന്നത് നമ്മൾ കുട്ടികൾ പറഞ്ഞിട്ടുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളെ കുട്ടികളെ എപ്പോഴും നമ്മളെ കൂടെ ചേർത്ത് പിടിക്കും. അത് എന്നും അവർക്ക് നല്ലൊരു വിജയം കൈവരിക്കാൻ സാധിക്കും.